ഹേ ഗൈസ്, വീണ്ടും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ എൻഗേജ്മെൻറ്റ് പ്രിപ്പറേഷൻ സീരീസിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് മെഹന്തി ഇടാനുള്ള പ്രിപ്പറേഷൻസൊക്കെ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പ്രിപ്പറേഷൻ അല്ല, ഫുൾ വീഡിയോ ഉണ്ട്. ഭൂമിക്ക് ഇടാൻ കുറച്ച്. ഭൂമി നോക്കട്ടെ ഭൂമി. ആ കൊള്ളാം. അപ്പോൾ നമ്മളൊന്ന് സെറ്റിലായി. എനിക്കും ആരുനും ചേച്ചിക്കും ഭൂമിക്കും മെഹന്തി ഇടാനുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ തന്നെ തുടങ്ങുകയാണ്, കുറച്ച് ടൈം എടുക്കുമല്ലോ അതുകൊണ്ട്. അപ്പം ആദ്യം തന്നെ ഡിസൈൻ സെലക്ട് ചെയ്യുന്നതിൽ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാര്യം ഞാൻ നേരത്തെ മെഹന്തിയുടെ ഡിസൈൻ ഒന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ ഡിസൈൻസായിട്ട് കാണിച്ചു തന്നിട്ട് അതിൽ നിന്ന് ചൂസ് ചെയ്യാനാണ്. എനിക്കങ്ങനെ എക്സാക്റ്റായിട്ട് എനിക്ക് ഇങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണം, അങ്ങനത്തെ ഒരു ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഡിസൈൻ കാണിച്ചപ്പോഴും ഞാൻ ഓക്കെ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിക്ക് മതി, എനിക്ക് എക്സാക്റ്റ് സെയിം വേണം എന്നൊന്നും ഇല്ല. അങ്ങനെയായിരുന്നു. എങ്ങനെയുണ്ടെങ്കിലും ഞാൻ ഹാപ്പി ആയിരുന്നു. എന്നാലും എനിക്ക് കുറേ ഡിസൈൻസൊക്കെ കാണിച്ചു തന്ന് അതിൽ നിന്ന് ഇങ്ങനെ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇതൊരു പ്രമോഷൻ വീഡിയോ അല്ലെങ്കിൽ കൊളാബ് അങ്ങനെ എടുക്കുന്ന വീഡിയോയേ അല്ല. ചിലപ്പോൾ കാണുമ്പോൾ മേ ബി അങ്ങനെ തോന്നാം, ഡീറ്റെയിൽസും കൂടി ഷെയർ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ഫീൽ ചെയ്യാം, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ബേസിക്കലി ട്രിവാൻഡ്രം ആണ്. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരാണെങ്കിലും മെഹന്തി ആർട്ടിസ്റ്റിനെയൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഏറ്റവും കൂടുതൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്ന ഫോട്ടോഗ്രാഫി, മെഹന്തി, മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻക്വയറി ചെയ്യാമല്ലോ. ഇപ്പോൾ ഒരു 10 ബ്രൈഡ്സ് കണ്ടാലും മതി, അതിപ്പം അതിലൊരു 5 പേർക്ക് ഇഷ്ടപ്പെട്ടാലും അത് ആൾക്കും ഹെൽപ്ഫുൾ ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഭൂമിയെ താഴെ വിടുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഭൂമിയെ താഴെ വിടുന്നതായിരിക്കും നിനക്ക് നല്ലത്. അങ്ങനെ ഫൈനലി ഡിസൈനെല്ലാം ഫൈനലൈസ് ചെയ്തു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സാക്റ്റ് സെയിം വേണമെന്നൊന്നും ഞാൻ നിർബന്ധം പിടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പറ്റുന്ന പോലെ, കാര്യം അപ്പോഴാണല്ലോ അവർക്കും കൂടുതൽ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അപ്പോഴാണ്. അപ്പോൾ എൻ്റെ വെഡ്ഡിങ് അല്ലായിരുന്നു, എൻഗേജ്മെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഫുൾ ഹാൻഡ്സ് അങ്ങനെ പക്ക ആ ഒരു ബ്രൈഡൽ രീതിക്ക് പോകാനുള്ളൊരു ഇതൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഒരു ഹാഫ് ആം, അതിൽ ഫ്രണ്ടും ബാക്കുമാണ് ഹാൻഡ്സ് ഫുൾ ഇട്ടത്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും പേജിൻ്റെ പേരും ഒക്കെ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ മെഹന്തി ഇടുന്നതിൻ്റെ കുറച്ച് വീഡിയോസ്, കുറച്ചല്ല അത്യാവശ്യമുണ്ട്, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഈ ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. അപ്പോൾ അതും കൂടി ഞാൻ എന്തായാലും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്.
ഞാൻ മെഹന്തി ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഡിസൈൻസൊക്കെ എങ്ങനെയുണ്ടായിരുന്നു, എൻഗേജ്മെൻറ്റിൻ്റെ ഡേറ്റും അതുപോലെ തന്നെ രണ്ടുപേരുടെയും നെയിമിൻ്റെ ആ ഒരു ഇനിഷ്യലും കൂടി വെച്ചിട്ടാണ് ആ ഒരു ഡിസൈൻ ചെയ്തിരുന്നത്. വലിയതായിട്ട് പ്ലാൻ ചെയ്തൊന്നുമല്ല, പെട്ടെന്ന് തോന്നിയൊരു സംഭവം അങ്ങനെ ചെയ്തതാണ്. ഇൻസ്റ്റാ നെയിം എന്തായാലും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ ഡയറക്റ്റ് ലിങ്കും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. നാസ് മെഹന്തി ഡിസൈൻസ് എന്നാണ് ഇൻസ്റ്റഗ്രാം പേജ്. ട്രിവാൻഡ്രം ബേസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാ പേജിലൊന്ന് മെസ്സേജ് ചെയ്തോളൂ. അതുപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് മെഹന്തി ഇടാൻ പോകുന്നത് ഭൂമിയാണ്. ഭൂമി ഒരു മിനിറ്റ് പോലും അടങ്ങിയിരിക്കുന്ന ഒരു പ്രകൃതമല്ല. പക്ഷേ നമ്മളെല്ലാവരും സർപ്രൈസ്ഡ് ആയിപ്പോയി. അത് വെച്ച് ഇങ്ങനെ നോക്കി കുറേ നേരം ഇരുന്നു. അതുപോലെ തന്നെ മെഹന്തി ഇടുന്ന സമയത്തൊന്നും മിണ്ടാതിരുന്നു. പിന്നെ ആൾക്ക് ഈ മേക്കപ്പ് എന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വെറുതെ ഇരുന്ന് വരും. അല്ലാത്തപ്പോൾ നമ്മളിങ്ങനെ എടുത്തിങ്ങനെ പിടിച്ച് വെക്കുന്ന പോലെ ആൾക്ക് ഇഷ്ടമല്ല. പക്ഷേ കുറേ നേരം ഇങ്ങനെ വെച്ചിട്ട് ഭൂമിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മെഹന്തിയൊക്കെ ഇട്ടത്. നമ്മളെല്ലാവരും ഇങ്ങനെ ഇടുന്ന കണ്ടിട്ടാണോ എന്തോ ഇങ്ങനെ കുറേ നേരം വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് മെഹന്തിയുടെ റേറ്റ് ഡീറ്റെയിൽസിലോട്ട് വരാം. റേറ്റിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും മേ ബി ഡിപ്പെൻസ് ആയിരിക്കും. എനിക്ക് എക്സാക്റ്റ് ആയിട്ട് ഒരു ഇങ്ങനെ ചെയ്യുന്നതിന് ഇത്രയും റേറ്റ് അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം എൻക്വയറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരതിനനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ ഞാനിപ്പോൾ ഇട്ട പോലത്തെ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ 4000 ആണ് വരുന്നത്. പിന്നെ കുറച്ചുകൂടി സിമ്പിളായിട്ട് ബ്രൈഡൽ മെഹന്തി ഇടുന്നവരുണ്ട് വെച്ചാൽ, എന്നാലും കുറച്ചുകൂടി സിമ്പിളായിട്ട് വരുന്ന ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ 3000 തൊട്ടാന്ന് തോന്നുന്നു സ്റ്റാർട്ടിങ്. ബ്രൈഡലിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം ആ ഒരു രീതിക്കാണ് വരുന്നത്. പിന്നെ ചേച്ചിയുടെ മെഹന്തി വാസ് അറൗണ്ട് 2000 അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ റേറ്റ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഭൂമിക്കും ആരുവിനും ഇട്ടതിൻ്റെയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് റേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ. അപ്പോൾ എക്സാക്റ്റ് ആയിട്ട് പറയാൻ മെഹന്തി ആർട്ടിസ്റ്റിനെ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ നിങ്ങൾക്ക് എൻക്വയറീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കാനാണെങ്കിൽ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ DM ചെയ്യുക. വേറെ കോൺടാക്ട് ഡീറ്റെയിൽസോ എന്തുണ്ടെങ്കിലും എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും.